എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട് തന്നെയാണ്. അതായത് നമുക്ക് എപ്പോഴും ഒരു ഇമോഷണൽ കണക്ഷൻ നമ്മുടെ നാടിനോട് ഉണ്ടാവും. പക്ഷേ ഇഫ് ഐ കോൾ എ പ്ലേസ് മൈ സെക്കൻഡ് ഹോം ദെൻ ഇറ്റ് വുഡ് ബി ചെന്നൈ. 4.5 വർഷം അവിടെ നിന്ന് പഠിച്ചതുകൊണ്ടാണോ എന്നറിയത്തില്ല, ചെന്നൈ ഫീൽസ് ലൈക്ക് എ ഹോം ടു മീ. എന്റെ മനസ്സിൽ പോലും ഇല്ലാത്തൊരു കാര്യമായിരുന്നു ഹയർ സ്റ്റഡീസിന് വേറെ ഒരു സ്റ്റേറ്റിൽ പോയി പഠിക്കും എന്നുള്ളത്. പക്ഷേ എങ്ങനെയോ അത് നടന്നു. അതൊക്കെ പോട്ടെ, ഒരു തക്കം കിട്ടാനിരിക്കുമായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ചാടാനായിട്ട്. അങ്ങനെ കിട്ടിയ ചാൻസിന് പെട്ടിയെടുത്ത് നമ്മൾ വണ്ടി കയറി. എങ്ങോട്ടാന്നല്ലേ? ഈ പറഞ്ഞ സ്ഥലത്തോട്ട് തന്നെ. ഞാൻ മുൻപൊക്കെ വിചാരിക്കുമായിരുന്നു എനിക്കൊരു സ്ഥലത്തിനോടോ ആൾക്കാരോടോ ഒന്നും പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ കണക്ഷൻ ഒന്നും തോന്നില്ല എന്ന്. എന്നാൽ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഇങ്ങനത്തെ വികാരങ്ങളൊക്കെ ഉണ്ടെന്നും. അങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ വണ്ടി കയറി. എക്സൈറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഒരു വല്ലാത്ത എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ കോളേജിൽ ജോയിൻ ചെയ്ത ടൈമിൽ ഞാൻ ആദ്യമൊക്കെ വിചാരിക്കുമായിരുന്നു ഞാൻ എങ്ങനെ 4.5 കൊല്ലം ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുക, എന്നെ കൊണ്ട് പറ്റുമോ ഇവിടെ തന്നെ നിൽക്കാൻ എന്നൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട് വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. കാരണം നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ പഠിക്കും, നമ്മൾ കുറെ ഇൻഡിപെൻഡന്റ് ആവും. അങ്ങനെ നമ്മൾ ചെന്നൈയിലെത്തി. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പിന്നെ കാണാം. ബൈ.